എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 5. അപ്പോൾ ടുഡേ വി ആർ മേക്കിംഗ് ആൻഡ് ഫൺ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈ ഒരു ഫ്ലെക്സിംഗ് ടേബിൾ കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് ഫ്ലെക്സിംഗ് ടേബിളല്ല സോറി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു വീഡിയോ സെറ്റപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഗ്രാവി ബാക്കി വന്നിരുന്നു. അതുകൂടാതെ കുറച്ചുകൂടി ആഡ് ചെയ്ത് കുറേ ഐറ്റംസ് കൂട്ടി ഞാനൊരു അയൺ ഫാമുള്ള ഐറ്റംസ് ആക്കിയിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു അയൺ ഫാമുള്ളതാണ് ഇത് മൊത്തത്തിൽ ഞാൻ ഗ്രൈൻഡ് ചെയ്തായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഓഫ് ക്യാമറയിലിരുന്ന് ഇത്രയും ഗ്രൈൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ടൊരു സെറ്റപ്പ് ഉണ്ടാക്കാം. ഇത്രയും ഫൂള് കിട്ടുന്നതാണെന്ന് വെച്ചാൽ ഇവിടുത്തെ മറ്റേ വുഡ് വെട്ടുന്ന കുറേ വെട്ടാൻ പോയപ്പോൾ കുറേ അധികം അവിടെ ഷീപ്പുകളുണ്ടായി. ഇതിലുണ്ടായത് അയണൊക്കെ കുറച്ച് മൈൻ ചെയ്തു, കുറച്ച് അയൺ കിട്ടി, സ്മെൽട്ടാക്കി ഒരു ഷിയർ ഉണ്ടാക്കി. അവിടുത്തെ എല്ലാവരെയും വെട്ടി ഷിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വില്ലേജസിൻ്റെ ടോപ്പിലുണ്ടാവുമല്ലോ അത് വെച്ചു. എന്നിട്ട് ചിലതൊക്കെ മഞ്ഞ കളറായിരുന്നു, അതായത് യെല്ലോ കളറ്. പക്ഷെ നമുക്കിത് ഒരേ പാറ്റേൺ വേണ്ടതുകൊണ്ട് നമ്മൾ ആ കളറ് ഡൈ അടിച്ചിട്ട് വേറെ ആക്കിയിട്ടുണ്ട്. ഡൈ ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. നമുക്കിതെല്ലാതെ ഒന്ന് ക്ലെയിം ചെയ്ത് അവിടെ ഇൻവെൻ്ററിയിൽ വെക്കാം. അയൺ ഫാമിലെ വില്ലേജസിന് കൊണ്ടെടുത്ത പണി ഞങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത് കുറച്ച് ടാസ്ക്കാണ്. അത് കാണുമ്പോഴും അതിത് കുറച്ച് ടൈം എടുക്കും. ഞാൻ പോസ് ചെയ്യും. ഓക്കെ, 20 ഫ്ലെക്സി ടേബിൾ ലാവ ബക്കറ്റ്. ഓക്കെ, എല്ലാം ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. അപ്പം കറുത്ത ഐറ്റംസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നാളെ ടുമോറോ മോർണിംഗ് തന്നെ പോയേക്കാം. ഓക്കെ, ഞാനിവിടെ നേരത്തെ തന്നെ ഒരു 5x5 ഒരു സ്ക്വയർ കുഴിച്ചിട്ടുണ്ടായി. കുറച്ചധികം ദൂരമുണ്ട്, കാരണം എന്താ വെച്ചാൽ നല്ല ലോങ്ങാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അയൺ ഫാം സെറ്റായി കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി ഓൺലി മൈനിങ് ആണ്. കാരണം നമുക്ക് കുറേ അയൺ കിട്ടും. അയൺ പിക്കാക്സ് ഉണ്ടാക്കി ഡയമണ്ട് ഫൈൻഡ് ചെയ്ത് ഡയമണ്ട് ആർമറായിട്ട് നമുക്ക് നെതറിലോട്ട് ഗ്രൈൻഡ് ചെയ്യാൻ പോകണം. എന്നിട്ട് ഫുൾ സെറ്റ് നെതറൈറ്റ് ആർമറായിട്ട് വേണം അവിടെ മെയിൻ ബേസിന് പണി തുടങ്ങാൻ. എന്നിട്ട് ബിൽഡുകളും ഫാമുകളൊക്കെ കുറച്ചധികം ഉണ്ടാകും. വില്ലേജിൽ നിന്ന് കിട്ടിയതിലെ പ്രശ്നം എന്താ പറയുക, ഇവിടെയില്ല. വില്ലേജിൽ നിന്ന് വെട്ട് ചെയ്തതിലെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതുണ്ടാവില്ല, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. പിന്നെ അത് ലിക്കായിട്ട് ആ കലമ്പാവും. അതുകൊണ്ടാണ് ഞാൻ വില്ലേജിൽ കയറിയത്. ഗ്ലിച്ചടിച്ച് സോറി ഫോർ ദ ഗ്ലിച്ച്. പിക്കാക്സ് കയ്യിലെടുത്തേക്കാം. അത് നമ്മൾ തെടുത്തേക്കാം. ഓക്കെ, ഇത് മെയിനായിട്ടല്ല, ടെമ്പററി ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഒരു ടെമ്പററി ബ്ലോക്കായിട്ട്. ഇനിയുള്ള ബ്രെഡ് എടുക്കാം. അയ്യോ,
ഓക്കെ സോ ഒരു വട്ടം കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്യണം, കാരണം ഇത് ടെമ്പററി ആയിട്ടാണ്. എന്നിട്ട് ഈ ഒരു ഭാഗം പൊട്ടിച്ചളയാം. ഓക്കെ, ഇത് ഇതിലോട്ട് നമുക്ക് ബെഡ് വെക്കണം. ഫൈനൽ ബെഡ് വെച്ചു, അവിടെ ബെഡില്ല. ഓക്കെ, ഇനീസ് ഇവിടുത്തെ ഒരു ബ്ലോക്ക് കൂടി പോയിട്ട് ഈ ബെഡൊന്ന് കവറാവുന്ന രീതിയിലൊക്കെ ഇവിടെ നിന്ന് കവർ ചെയ്യാം. ഓക്കെ, ഓക്കെ ഓക്കെ ഇവിടെ കൂടി വെക്കാം. ഓക്കെ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഞാൻ അടുത്തൊരു ടോർച്ച്, കറക്റ്റൊരു ടോർച്ച് ഉണ്ട്, അതിവിടെ വെക്കണം. ഇവിടെ ലേസ് ഇവിടെയാണ് ലേസ് വെക്കട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഇനി ആ വില്ലേജസ് കിട്ടുന്നത് ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ബാക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൊത്തം വില്ലേജസിന് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. ആ ടോർച്ചൊക്കെ മറക്കല്ലേ, സോംബി സ്പോണായ ആകെ അലമ്പാവും. അത് ഞാൻ നേരത്തെ വെച്ചതല്ല, അത് ഓട്ടോ പ്ലേസ് ചെയ്തു സാറല്ല. ഇതൊക്കെ ഇതൊന്ന് കവർ ചെയ്തേക്കാം. അപ്പോൾ 20 വില്ലേജസിനാണ് വേണ്ടത്, 20 ബെഡ് വെച്ചത്. നല്ല ടഫായിരുന്നു ഈ സാറിന് വിളിച്ചോണ്ട് വരിക. നിങ്ങൾക്കിത് പെട്ടെന്ന് തോന്നും. ഞാനൊരു ദിവസത്തെ പകുതി നേരം എടുത്തു, ഒരു 3 hours അധികം എടുത്തു അവരെ ബ്രീഡ് ചെയ്തിട്ട് ഇടാൻ. ഞാൻ ഇവിടെ ഇട്ട് ബ്രീഡാണ് ചെയ്തത്, അതുകൊണ്ട് തന്നെ അധികം ഇത് കിട്ടിയില്ല. ടൈപ്സ് ഫൈനൽ സെക്ഷൻ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഫിനിഷായി. ഇവിടെ ആയിട്ട് ഇവിടെ അയൺഗോളം സ്പോണാവും. അതിന് മുന്നേ നമ്മൾ അങ്ങനെ ഇവിടെ ആയിട്ട് ഇതാണ് നമ്മുടെ ഇൻപുട്ട് പെട്ടി, അതായത് ഇൻപുട്ട് ബോക്സ്. കേസ് ഇവിടെ നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടേക്കാം. ഈ 2 ഓപ്പറേഷൻ, ഒരു ഓപ്പറാണ്. ഓക്കെ ഓപ്പറൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിനി ചെസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ശരി ഒരു ഷിഫ്റ്റ് ആക്കിയിട്ട് കണക്ട് ചെയ്യാം. ഇവിടെ നൈറ്റായി. ഇതാണ് നമ്മുടെ കുളിച്ച കുഴി. ഓക്കെ, ഇവിടെ സൈൻ ബോർഡ് ഇടാം. ഒരു ലാവ ബക്കറ്റ് നമ്മൾ വാട്ടർ ബക്കറ്റ് ആകുമ്പോൾ അവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായിട്ടുണ്ട്. അയ്യോ ലാവിലോട്ട് ഞാൻ പോകണം, ഇതെല്ലാം ചെയ്യണ്ടേ. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കാം. അപ്പോൾ കറക്റ്റ് ഇവിടോട്ട് എത്തിച്ചേരുന്നതിന് ഇനി നമ്മൾ കുറച്ച് സീക്രട്ട് ആക്കാം.
പാവം പൂച്ചയാണ്. അങ്ങനെ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കാര്യങ്ങൾ ഇൻഫോം റെഡി ആയിട്ടുണ്ട്. ടോട്ടലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുൾ പരിപാടികളും. ഇനി ഒരൊറ്റ ലാസ്റ്റ് ഫൈനൽ പരിപാടിയാണ് അവിടെ പിടിച്ചിട്ട് ഇതെന്തിനാ വെച്ചാൽ കണ്ട സോംബീസ് ചാടാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ തോന്നിയ പോലത്തെ നമ്മളെപ്പോലത്തെ ചിലർ ഇതിൽ ചാടാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അയൺ ഫാമും കാര്യങ്ങളും എല്ലാതും. ഇവിടെ അയൺ കോളംസും സ്പൂണായില്ല. നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ മാത്രം സ്പൂൺ ആകാനുണ്ടെങ്കിൽ അയൺ ഫാം വർക്കാവും. ഒരെണ്ണയിൽ കണ്ടിരുന്ന എനിക്ക് സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് വരുമ്പോൾ ലാഡർ കൊണ്ടാണ് വരേണ്ടത്. ഒരെണ്ണമെങ്കിലും പൂച്ചയുടെ സ്പൂണൊക്കെ ഒറ്റ അൻകൂടെ മതി. കൺഫേം ആക്കാം. അവിടെ അടുത്ത വെച്ച് അയൻകൂടെ സ്പൂൺ ഇട്ടില്ല. പൂച്ച മാത്രമുള്ള സ്പൂണാണ്. വർക്കിംഗ് ആണോ അതോ വർക്കിംഗ് അല്ലേ? കറക്റ്റ് 20 വില്ലേജറാണ്. Okay. Yes guys, iron farm is working 100%. Iron farm is working. It's efficient. This is too efficient. I'm so happy about that. It's a good idea. Okay, our iron farm is working. So today's episode is winding up with here. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മുടെ FT is